നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ഫ്രാൻസിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. നെതർലൻഡ്സ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഇതോടുകൂടി ഈ രണ്ട് ടീമുകൾക്കും അടുത്ത മത്സരം നിർണായകമായി കഴിഞ്ഞു. ഈ മത്സരത്തിൽ സൂപ്പർ താരം അന്റോയിൻ ഗ്രീസ്മാൻ ഒരു ഗോൾഡൻ ചാൻസ് കളഞ്ഞു കുളിച്ചിരുന്നു. ഇത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടിയാവുകയായിരുന്നു. കിലിയൻ എംബപ്പെ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് മൂക്കിന് പരിക്കേൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് താരത്തിന് ഈ മത്സരം നഷ്ടമായത്. എംബപ്പയുടെ അഭാവം ശരിക്കും ഫ്രാൻസിന്റെ നിരയിൽ നിലച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യം അവരുടെ പരിശീലകനായ ദിദിയർ ദശാംസ് തന്നെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എംബപ്പെ തന്നെയാണ്, മറ്റാർക്കും അദ്ദേഹത്തിന്റെ വിടവ് നികത്താനാവില്ല എന്നാണ് ദശാംസ് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പെ തന്നെയാണ്. അദ്ദേഹത്തെ മറ്റുള്ളവരും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ലെവൽ അത് വേറെയാണ്. ബാർക്കോളക്ക് ഒരുപാട് ക്വാളിറ്റികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫ്രഞ്ച് ടീമിൽ ഉള്ളത്. ഇത്തരം മത്സരങ്ങൾ ഒരിക്കലും എളുപ്പമാകില്ല. മത്സരത്തിൽ ടീം ബാലൻസ്ഡ് ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞങ്ങൾ എതിരാളികൾക്ക് ഏറെ അപകടം വിതച്ചു, മികച്ച രൂപത്തിൽ പ്രതിരോധിക്കുകയും ചെയ്തു. കാര്യക്ഷമതയുടെ കുറവിൽ മാത്രമാണ് എനിക്കിപ്പോൾ സങ്കടമുള്ളത്. സാധാരണ രീതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇത്തവണ നെതർലൻഡ്സ് ജാഗ്രത പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രഞ്ച് പരിശീലകനായ ദശാംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളികൾ പോളണ്ടാണ്. നമുക്കറിയാം, പോളണ്ട് ഇതിനോടകം തന്നെ യൂറോ കപ്പിൽ നിന്നും പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മത്സരത്തിൽ എംബപ്പെ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം നെതർലൻഡ്സും ഓസ്ട്രിയയും തമ്മിലാണ് മറ്റൊരു മത്സരത്തിൽ ഏറ്റുമുട്ടുക. ആ ഒരു മത്സരം കടുത്ത പോരാട്ടമായിരിക്കും സംഭവിക്കുക എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.